അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റമദാൻ സമാഗതമാകുന്നു. അല്ലാഹു തആല അവന് തൃപ്തികരമാകുന്ന രൂപത്തിൽ റമദാനിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റമദാനു ഷരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം, സുഹൂർ. നമ്മളൊക്കെ വളരെ നിസ്സാരമാക്കി കളയുന്ന ഒരു വിഷയം. ഒരുപാട് ബറക്കത്തുള്ളതാണ്, സുന്നത്താണ്. അതായത് നാം ഭക്ഷണം കഴിക്കുന്നു എന്ന കാരണം കൊണ്ട് റബ്ബ് നമുക്ക് കൂലി തരികയാണ്, ഒരു സുന്നത്തായ കാര്യം. ആ സമയത്ത് വിശപ്പില്ലെങ്കിൽ പോലും പലരും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തൊക്കെയുള്ള പല ആളുകളും 1 മണിക്കും 2 മണിക്കും ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചിലപ്പം ഭക്ഷണം കഴിച്ചത് അപ്പോഴാകും. എന്നിട്ട് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ പോലും ആ സമയത്തൊന്നും കഴിക്കാനോ കുടിക്കാനോ തയ്യാറാവൂല. പക്ഷെ അതല്ല, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടെങ്കിലും, ഞാൻ അത്താഴം കഴിക്കുകയാണ് എന്ന നിയത്തിൽ ഒരിത്തിരി വെള്ളം കുടിച്ചിട്ടെങ്കിലും ആ സുന്നത്ത് നേടിയെടുക്കാൻ ശ്രമിക്കണം. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, അസ്സുഹൂറു ബറകത്തുൻ ഫലാ തദഊഹ് വലൗ അൻ യജ്റഅ അഹദുകും. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം. കാരണം അത് ബറക്കത്താണ്. അത്താഴം എന്ന് പറയുന്നത് ബറക്കത്താ. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കളയ്ക്ക് ഒരു സഹാബി പ്രവേശിച്ചു. ആ സമയത്ത് വഹുവ യതസഹർ, അല്ലാഹുവിന്റെ ഹബീബ് സുഹൂർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക. ഫഖാല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ബറകത്തുൻ അഅതാകുമുല്ലാഹു ഇയ്യാഹാ ഫലാ തദഊഹ്. ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന ഒരു ബറക്കത്താണ്, ഫലാ തദഊഹു, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇമാം നസായി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അള്ളാഹുവിന്റെ ഹബീബ് അതിൽ ആളുകളെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു അത്താഴം കഴിക്കാന്. മഹാനായ സാരിയ റളിയല്ലാഹു പറയുന്നത് കാണാം, ദഅാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സുഹൂരി ഫീ റമദാൻ. അള്ളാഹുവിന്റെ ഹബീബ് അത്താഴത്തിലേക്ക് എന്നെ ക്ഷണിച്ചു വരുത്തി. എന്താ പറഞ്ഞത്? ഹലുമ്മ ഇലൽ ഗദാഇൽ മുബാറക്, ബറക്കത്താക്കപ്പെട്ട ഭക്ഷണത്തിലേക്ക് വേഗം വരൂ. ആ റസൂലിന്റെ ക്ഷണം മഹാനായിരിക്കുന്ന ഇമാം അബൂദാവൂദും നസായിയും റിപ്പോർട്ട് ചെയ്ത ഹദീസ റഹ്മത്തുള്ളാഹി അലൈഹിമ. അപ്പോ അത്താഴം എന്ന് പറയുന്നത് വളരെയധികം ബറക്കത്തുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കരുത്. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടെങ്കിലും ആ അത്താഴ സമയത്ത് എന്തെങ്കിലും കഴിച്ച് ആ പുണ്യം നേടാൻ എല്ലാവരും ശ്രമിക്കണം, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളായ ആളുകളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗത്ത്, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ,